നമസ്കാരം. CMRL എക്സാലോജിക് മാസപ്പടി കേസ് വെറുമൊരു 1.72 കോടിയുടെയോ 130 കോടിയുടെയോ കള്ളപ്പണ ഇടപാടിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് ഇതിന് അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു കള്ളപ്പണ ശൃംഖല തന്നെ ഉണ്ടെന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മാസപ്പടി കേസിൽ പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ വിദേശ ബാങ്ക് അക്കൗണ്ടുകളെ കുറിച്ച് കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടിയന്തരമായി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് ഇഡിക്ക് ഔദ്യോഗികമായി കത്തയച്ചിരിക്കുകയാണ്. കേരളത്തിലെ റെയ്ഡുകൾക്ക് പിന്നാലെ ഈ അഴിമതി പണം മുഴുവൻ വിദേശത്തുള്ള ചില അതീവ രഹസ്യ അക്കൗണ്ടുകളിലേക്ക് കൈമാറിയിട്ടുണ്ടെന്ന് കൃത്യമായ സൂചനയാണ് ഷോൺ ജോർജ് ഇഡിക്ക് നൽകിയിരിക്കുന്നത്. UAE പ്രമുഖ ബാങ്കായ അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന സ്ഥാപനത്തിന്റെ പേരിൽ നിലവിലുള്ള അക്കൗണ്ടിന്റെ വിശദവിവരങ്ങൾ അറിഞ്ഞേ മതിയാകൂ എന്നാണ് ഷോൺ ജോർജ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിശ്വസനീയമായ അന്താരാഷ്ട്ര കേന്ദ്രങ്ങളിൽ നിന്നും ലഭിച്ച കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് താൻ ഈ കത്ത് നൽകിയതെന്നും ഷോൺ ജോർജ് വ്യക്തമാക്കുന്നുണ്ട്. ഷോൺ ജോർജ് ഇഡിക്ക് നൽകിയ കത്തിൽ പറയുന്ന ഏറ്റവും പുതിയ കണ്ടെത്തൽ ഇങ്ങനെയാണ്: അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലെ ഈ വിശദമായ എക്സാലോജിക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് 2 വ്യക്തികളാണ്. ഒന്ന് വീണ തേക്കണ്ടി അഥവാ വീണ വിജയൻ, രണ്ടാമത്തത് സുനീഷ് M എന്ന വ്യക്തിയാണ്. ആരാണ് ഈ സുനീഷ് M എന്നല്ലേ? ഇത് വീണ വിജയന്റെ ആദ്യ ഭർത്താവാണ്. വീണ രണ്ടാമത് വിവാഹം കഴിച്ച് നിലവിൽ മറ്റൊരു ജീവിതം നയിക്കുമ്പോഴും അവരുടെ ഈ വമ്പൻ സാമ്പത്തിക ഇടപാടുകളിലും വിദേശ ബാങ്ക് അക്കൗണ്ടുകളിലും ആദ്യ ഭർത്താവായ സുനീഷ് M ഇപ്പോഴും ഒരു പ്രധാന പങ്കാളിയായി തുടരുന്നുണ്ടോ എന്നത് അതീവ ദുരൂഹമാണ്. എന്താണ് ഈ പണമിടപാടിൽ ആദ്യ ഭർത്താവിനുള്ള പങ്ക്? കള്ളപ്പണം വെളുപ്പിക്കാനും നിക്ഷേപങ്ങൾ വിദേശത്തേക്ക് കടത്താനും പിണറായി വിജയന്റെ മകൾ തന്റെ പഴയതും പുതിയതുമായ ബന്ധങ്ങളെ എങ്ങനെ ദുരുപയോഗം ചെയ്തു എന്നതിന്റെ തെളിവാണിപ്പോൾ പുറത്തുവരുന്നത്. CMRL ഇടപാടിലൂടെ ലഭിച്ച കോടികൾ ഈ അബുദാബി അക്കൗണ്ടിലേക്കാണ് ആദ്യം മാറ്റിയതെന്നാണ് ലഭിക്കുന്ന വിവരം. അഴിമതി പണം അബുദാബിയിൽ മാത്രം അവസാനിക്കുന്നില്ല. ഷോൺ ജോർജിന്റെ കത്തനുസരിച്ച് 95-ലെ ആ പഴയ ലാവ്ലിൻ അഴിമതി മുതൽ പിണറായിയുടെ ഭരണകാലത്ത് വിവാദമായ വൻ അഴിമതികൾക്ക് പിന്നിലുണ്ടായിരുന്ന PwC വരെയുള്ള വമ്പൻ സ്ഥാപനങ്ങളിൽ നിന്ന് ഈ അബുദാബി അക്കൗണ്ടുകളിലേക്ക് വൻ തോതിലാണ് പണം വന്നിട്ടുള്ളത്. ഇങ്ങനെ വോള്യൂം കണക്കിനെത്തിയ കോടികൾ പിന്നീട് UAE നിന്നും അമേരിക്കയിലെ ചില അതീവ രഹസ്യ അക്കൗണ്ടുകളിലേക്ക് കൗശലപൂർവ്വം മാറ്റിയിട്ടുണ്ടെന്നാണ് ഇഡിക്ക് ലഭിച്ച കത്തിൽ ഷോൺ ജോർജ് കൃത്യമായി ആരോപിക്കുന്നത്. ഇവിടെയാണ് പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന്റെ പങ്കിനെ കുറിച്ചും അന്വേഷണം നീളുന്നത്. പിണറായി വിജയന്റെ മകൻ വർഷങ്ങളായി വിദേശത്താണ് ബിസിനസ്സും ജോലിയുമായി കഴിയുന്നത്. മുഖ്യമന്ത്രി എന്ന പദവിയിൽ ഇരുന്ന് പിണറായി വിജയൻ നടത്തിയ സകല അഴിമതികളുടെയും കമ്മീഷൻ തുകകൾ മക്കളുടെ വിദേശ കമ്പനികൾ വഴിയും ആദ്യ ഭർത്താവിന്റെ അക്കൗണ്ടുകൾ വഴിയും ഒടുവിൽ വിദേശത്തുള്ള മകന്റെയും കുടുംബത്തിന്റെയും സുരക്ഷിത നിക്ഷേപങ്ങളിലേക്കാണോ മാറ്റിയിരിക്കുന്നത് എന്നതിൽ ഇഡിക്ക് ഇപ്പോൾ കനത്ത സംശയമുണ്ട്. ഈ കള്ളപ്പണക്കടത്തിന്റെ കണ്ണികൾ പിണറായിയുടെ ഭാര്യ കമലയിലേക്കും മകനിലേക്കും മകളുടെ മുൻ ഭർത്താവിലേക്കും ഒരുപോലെ നീളുകയാണ്. നിലവിൽ കേരളത്തിൽ 242 ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച് 18.36 കോടി രൂപ ഇഡി പൂട്ടിയിട്ടുണ്ടെങ്കിലും യഥാർത്ഥ അഴിമതി പണം മുഴുവൻ കിടക്കുന്നത് വിദേശത്താണെന്ന് ഈ കത്തിലൂടെ വ്യക്തമായിരിക്കുകയാണ്. നൽകാത്ത സേവനത്തിന്റെ പേരിൽ വാങ്ങിയ 130 കോടിയുടെ കള്ളപ്പണത്തിന്റെ ഒഴുക്ക് ഇനി കണ്ടെത്തണമെങ്കിൽ ഇഡിക്ക് വിദേശ ഏജൻസികളുടെ സഹായം തേടിയേ തീരൂ. ഷോൺ ജോർജ് നൽകിയ ഈ നിർണായക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ധനകാര്യ മന്ത്രാലയവും ഇഡിയും UAE-ലെയും അമേരിക്കയിലെയും ബാങ്കുകളുമായി ബന്ധപ്പെട്ട് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് വഴി ഈ അക്കൗണ്ടുകളുടെ സ്റ്റേറ്റ്മെന്റുകൾ ആവശ്യപ്പെടാൻ ഒരുങ്ങുകയാണ്. വിദേശ അക്കൗണ്ടുകളിലെ ഈ രഹസ്യ ഇടപാടുകൾ പുറത്തു വരുന്നതോടെ പിണറായി വിജയനും മകൾ വീണയ്ക്കും ഈ കേസിൽ നിന്നും ഒരു തരത്തിലും ഒളിച്ചോടാൻ കഴിയില്ല. കാരണഭൂതന്റെ കുടുംബം ഒന്നടങ്കം അന്താരാഷ്ട്ര കള്ളപ്പണ കേസിൽ കുടുങ്ങുന്ന നാളുകളാണ് വരാൻ പോകുന്നത്. മാസപ്പടി കേസിൽ വീണ വിജയന്റെ വിദേശത്തെ കള്ളപ്പണ സാമ്രാജ്യത്തിന്റെ വിവരങ്ങൾ പുറത്തുവിട്ട് ഇഡിക്ക് ഷോൺ ജോർജ് നൽകിയ കത്ത് പിണറായി കുടുംബത്തിന്റെ ഉറക്കം കെടുത്തിയിരിക്കുകയാണ്. UAE-ലെ അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലെ എക്സാലോജിക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് വീണയും അവരുടെ ആദ്യ ഭർത്താവ് സുനീഷ് M ചേർന്നാണെന്ന വെളിപ്പെടുത്തൽ അതീവ ഗുരുതരമാണ്. ഏതു കാലയളവ് എന്നുകൂടിയാണ് ചർച്ച ചെയ്യേണ്ടത്. SNC ലാവ്ലിൻ മുതൽ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് വരെയുള്ള അഴിമതി പണം ഈ അക്കൗണ്ടിൽ നിന്നും അമേരിക്കയിലേക്ക് കടത്തിയിട്ടുണ്ട്. വിദേശത്തുള്ള മകനും ഭാര്യയും മകളുടെ ആദ്യ ഭർത്താവും ഉൾപ്പെടെ പിണറായി കുടുംബത്തിലെ എല്ലാ കണ്ണികളിലേക്കും ഇഡി അന്വേഷണം വ്യാപിപ്പിക്കുന്നതോടെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ പേരിൽ നടത്തിയ അന്താരാഷ്ട്ര കൊള്ളയുടെ സകല തെളിവുകളും പുറത്തുവരും.